CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് പന്നിത്തടം സെന്ററിൽ നടക്കുന്ന ചടങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന ഖ്യാതിയുള്ള അടുപ്പുട്ടി പള്ളിപ്പെരുന്നാളിന് ഒരുക്കങ്ങളായി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന പെരുന്നാൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. കടപ്പുറം അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ട് വഞ്ചിയിൽ നിന്ന് തെറിച്ചു വീണ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. തളിക്കുളം സ്നേഹതീരം സ്വദേശി ഇഷ്താക്കിരി വീട്ടിൽ ശിവനെയാണ് കാണാതായത്. ദേശീയപാത കരാർ കമ്പനികളുടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ ഒരുമനിയൂരിൽ ജനകീയ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡ് പെരുമണ്ണിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച 7ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. രാമച്ചമ്പറമ്പിൽ സീതാകൃഷ്ണനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിലെ PK ശ്രീധരൻ മാസ്റ്റർ വായനശാലയുടെ നിർമ്മാണത്തിന് തുടക്കമായി. ഗുരുവായൂർ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. പാറന്നൂർ ചിറ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ സ്മാരക ഹാപ്പിനെസ് പാർക്കിന്റെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിറ പരിസരത്തൊരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ചിറനെല്ലൂർ സെന്റ് ജോസഫ്സ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. കുന്നംകുളം അടുപ്പുട്ടിയിൽ അപകടഭീതി ഉയർത്തിയിരുന്ന കടന്നൽക്കൂട് നീക്കം ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിന് മുകളിലായിരുന്ന കടന്നൽക്കൂട് അടുപ്പുട്ടി പള്ളിപ്പെരുന്നാൾ നടക്കാനിരിക്കെ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് നീക്കം ചെയ്തത്. കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CV ശ്രീരാമൻ ട്രസ്റ്റ് 40 വയസ്സിന് താഴെയുള്ള ചെറുകഥാകൃത്തുക്കൾക്കായി നൽകുന്ന CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരം തിരുവനന്തപുരം സ്വദേശി മനോജ് വെള്ളനാടിന് സമർപ്പിച്ചു. ഉടൽവേദം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷങ്ങൾ തിങ്കളാഴ്ച നടക്കും. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിന്റെ ജൂബിലിയോടനുബന്ധിച്ച് കാരുണ്യഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ ഉടമയ്ക്ക് കൈമാറി. കടവല്ലൂർ പഞ്ചായത്തിലെ DYFI യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കുന്നംകുളം ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. ഗുരുവായൂർ മല്ലിശ്ശേരി NSS കരയോഗം കുടുംബസംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റവിചാരണ യാത്ര നടത്തി. പരുവക്കുന്ന് മുസ്ലിം മഹൽ ജമാഅത്ത് കമ്മിറ്റിയും കുന്നംകുളം ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വനിതാ വിംഗ് ഗുരുവായൂർ യൂണിറ്റ് 2ാം വാർഷിക പൊതുയോഗം KHRA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം റഹ്മത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.